കർത്താവിനെ നന്ദിയോട് സ്തുതിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ബഹുമാന്യ കർത്തദാസന്മാർ, പലരെയും ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളവരെ ഇന്ന് നേരിട്ട് കാണാൻ ശ്രമിക്കുന്ന അവസരമാണ്. കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. എന്നെ എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല. എൻ്റെ പേരാണെന്നാണ്. വെളിയിൽ അപ്പച്ചൻ ബുക്ക് സ്റ്റോറിൽ ഇരിക്കുന്ന അപ്പച്ചൻ എനിക്ക് എല്ലാവർക്കും പരിചയമുള്ളതുകൊണ്ട് അപ്പച്ചൻ്റെ രണ്ടാമത്തെ മകനാണ് ഞാൻ. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾക്കുമായിരിക്കാൻ ദൈവം ഇടയായി തീർന്നു. 1994 വർഷം രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവം അവസരം തന്നു. ബൈബിളിൽ ഉമ്മച്ചിയുടെ, ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ 40 വർഷത്തെ നീണ്ട പ്രാർത്ഥനയാണ്. 40 വർഷം അമ്മച്ചി പ്രാർത്ഥിച്ചു. അമ്മച്ചിക്ക് കൊടുത്ത 2 മക്കളും അവരുടെ കൊച്ചുമക്കളും ഇന്ന് ദൈവകൃപയുണ്ട്. വലിയ സ്നേഹത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിൽക്കുന്നത് ദൈവകൃപ, ചലിക്കുന്നത് ദൈവകൃപ, ചിരിക്കുന്നത് ദൈവകൃപ, സംസാരിക്കുന്നത് ദൈവകൃപ, പാട്ടുപാടുന്നത് ദൈവകൃപ, പ്രാർത്ഥിപ്പാൻ അവരെ തുറക്കുവാൻ കഴിയുന്ന ദൈവകൃപ. ഓരോന്നും ദൈവകൃപയാൽ മാത്രം. ഒരു കാര്യം എനിക്കറിയാം, ദൈവം ആർക്കൊരു കടക്കാരനല്ല. നമ്മുടെ ചിക്കുറിയാക്കോസോട് പാടിയ പാട്ട് കേൾക്കാനിടയായി ചർച്ചിൽ ഞങ്ങൾ ഓർമ്മിക്കുവാൻ പാടും. യേശു ആർക്കും കടക്കാരനല്ല. അവന് വേണ്ടി ചെയ്യുന്ന ചെറിയതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും സ്വർഗം പ്രതിഫലം തരും. ദൈവം അത് തരിക തന്നെ ചെയ്യും. ഒരു നിമിഷം കണ്ണടേ. സ്വർഗപിതാവേ, നിന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അടിയെ തിരുക്കാനുകൊണ്ട് ഏൽപ്പിക്കുന്നു. പ്രിയ കർത്തദാസൻ പ്രാർത്ഥിച്ചതുപോലെ പരിചയത്തിന്റെ പുറത്ത് പരിചയത്തിൽ നിന്ന് സംസാരിപ്പാനിടയാകാതെ നിന്റെ ആത്മാവിനും നിന്റെ കൃപയിൽ നിന്ന് സംസാരിപ്പാൻ കൃപയറിയണം. എല്ലാറ്റിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9, 10, 11, 12 വാക്യങ്ങൾ ആരെങ്കിലും മൈക്കിൽ കൂടെ വായിച്ച് സഹായിക്കാൻ. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്നോട് ചേർന്ന് പറയാമോ? നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്റെ ജീവിതത്തിലാകണമേ, എന്റെ കുടുംബത്തിലാകണമേ. ബാക്കിയുള്ളത് വായിച്ചു നോക്കിയാൽ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഏതാ? ദൈവഹിതം. ഒരുപാട് ആത്മീയ ലോകത്ത് കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ദൈവഹിതം എന്നുള്ളൊരു വിഷയം. ദൈവത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചതായ ആത്മീയ ഗോളത്തോടുള്ള വിഷയമാണ്. പറഞ്ഞ് നമുക്ക് അടുത്തേക്ക് കയറാം. ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം പ്രാർത്ഥിച്ചു തുടങ്ങും. പ്രാർത്ഥിച്ച ഉടനെ തന്നെ മറുപടി വന്നാൽ നാം പറയും അത് ദൈവഹിതമായിരുന്നു. ചില നാളുകൾ പ്രാർത്ഥിച്ചു, ആഴ്ചകൾ പ്രാർത്ഥിച്ചു, മാസങ്ങൾ പ്രാർത്ഥിച്ചു, നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചു, ഫലമൊന്നും കാണാനില്ല, അതിന്റെ ഒരു സൂചന പോലും കാണാനില്ല എന്ന് കാണുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ പറയും അത് ദൈവ പദ്ധതിയല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം അതൊന്ന് തിരുത്തിക്കൊണ്ട് എന്റെ വിഷയത്തിലേക്ക് പ്രവേശിപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചത് കൊണ്ട് അത് ദൈവഹിതമല്ല എന്ന് വിലയിരുത്തരുതേ. പെട്ടെന്നൊരു വിഷയം ആഗ്രഹിച്ചു, മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ വിഷയം കൈകൂടി വന്നു, സാഹചര്യം ഒരുങ്ങി എന്നുള്ള കാരണത്താൽ ഇത് ദൈവഹിതം ആണ് എന്നും വിലയിരുത്തുവാൻ കഴിയത്തില്ല.
നമ്മുടെ ജീവിതത്തിൽ അത് നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ സ്നേഹിച്ച് തന്റെ വിളി കേട്ട് തന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് അരിമ ശിഷ്യന്മാരെ വഴിതെറ്റിക്കത്തില്ല എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്റെ വിളി കേട്ട് കടന്നു വന്ന ശിഷ്യന്മാരെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ആമേൻ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ. ഇതൊരു ചെറിയ വിഷയമാണെന്നാണ് പലരുടെയും ചിന്ത. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവര്, ഈ മീറ്റിംഗിൽ ദൈവഹിതം എന്നുള്ള വിഷയം തന്നെ തെരഞ്ഞെടുത്ത് നോക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഇന്ന് ആത്മീയ ലോകത്ത് പരാജയപ്പെട്ട് കിടക്കുന്ന, അതിന് യാതൊരു തരത്തിലും മനസ്സിലാകാതെ കിടക്കുന്ന, കുഴഞ്ഞു മറിഞ്ഞ ജീവിതമായി തീരുന്നതായ ഒരു പ്രശ്നമാണ്, ഒരു വിഷയമാണ് ദൈവഹിതമാണോ ദൈവഹിതമല്ലയോ. പലപ്പോഴും നമ്മൾ ദൈവഹിതം അന്വേഷിക്കുന്നത് പ്രവാചകന്മാരിൽ കൂടെയാണ്. എന്നാൽ ഇതിലൊന്നേക്കുമല്ല ഞാൻ കടന്നു വരുന്നത്. യേശു പ്രാർത്ഥിപ്പാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുകൊണ്ട് ഒരു കാരണവശാലും ദൈവഹിതം എന്ന് പറയുന്നത് വില കുറഞ്ഞ ഒരു സംഗതിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. രാജാവിന്റെ സന്നിധിയിൽ അബദ്ധവാക്ക് ഉദ്ധരിച്ചാൽ ആരോഗ്യത്തിനും ആയുസ്സിനും ഭംഗം വരുമെന്ന് 2 തലമുറകൾക്ക് മുമ്പ് കേരളക്കര രാജഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കുറഞ്ഞപക്ഷം ഈ തലമുറയിൽ നാം അത് കഥപുസ്തകങ്ങളിലെങ്കിലും വായിച്ചിട്ടുള്ളവരാ. രാജസന്നിധിയിൽ അബദ്ധവാക്ക് ഉച്ചരിച്ചുകൂടാ. രാജസന്നിധിയിൽ പരിചരിച്ചിരിക്കുന്ന ഏത് ശ്രേഷ്ഠനും ഏറ്റവും വിറയലോടും ഏറ്റവും സൂക്ഷ്മതയും കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. കാരണം അബദ്ധവശാൽ ഒരു വാക്ക് മാറിപ്പോയാൽ അതിനെ ജീവനിൽ തന്നെ അപായം വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. യേശു കർത്താവ് പറഞ്ഞ വാക്കിന് കനമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശു ആരാണെന്നൊന്ന് നന്നായി മനസ്സിലാക്കണം. സ്തോത്രം. ഒരു മനുഷ്യന്റെ വാക്കിന് നാം എങ്ങനെയാണ് വിലയിടുന്നത്? ഒരു മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ മനുഷ്യൻ ആരാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കും. ആ മനുഷ്യൻ പറയാൻ അതിന് യോഗ്യനാണെങ്കിൽ മാത്രമേ, അധികാരിയാണെങ്കിൽ മാത്രമേ ആ വാക്ക് നാം ഉൾക്കൊള്ളത്തുള്ളൂ. എന്നെ ഇവിടെ പലർക്കും ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതിന് മുമ്പ് വരെ അറിയത്തില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് നിങ്ങളോട് പറയുക, അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കും നിങ്ങൾ ആരാണ് പറയാൻ. കാരണം ഞാൻ ആരാണെന്ന് ആർക്കും അറിയത്തില്ല. അതേസമയത്ത് പ്രിയ തോമസ് കഥാമദാസൻ പാസ്റ്റർ തോമസ് മുമ്പോട്ട് കടന്നു, അല്ലെങ്കിൽ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന കഥാമദാസന്മാർ മുൻപോട്ട് കടന്നു പറയാ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവർ അധികാരികളാണ്, അവർക്ക് നേതൃത്വം കൊടുക്കപ്പെടേണ്ട, അവരത് പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യും എന്നതുപോലെ തന്നെ യേശു പറഞ്ഞ വാക്ക് ദൈവഹിതം എന്നുള്ള പറഞ്ഞ വാക്ക് പഴയ നിയമത്തിൽ പലപ്പോഴായി പറയപ്പെടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കണ്ടുവരുന്നുണ്ടെങ്കിലും യേശു കർത്താവ് പ്രാർത്ഥിക്കുവാൻ അത് പഠിപ്പിച്ചതും മൂലമാണ്. അതിനുശേഷമായിട്ടാണ് അതൊരു വലിയ വിഷയമായി, അതൊരു ഗൗരവമേറിയ വിഷയമായി രംഗത്ത് വരുവാനായി തുടങ്ങിയത്. സ്തോത്രം. ദൈവഹിതം എന്ന് പറയുന്നത് ഒരു കൊച്ചു വിഷയമല്ല. യേശു ആരാണെന്ന് പരിശോധിക്കുമ്പോൾ ആ വാക്ക്, ആ പ്രാർത്ഥനാവാചകത്തെ നാം കുറച്ചു കളയത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില വാക്കുകളിൽ കൂടെ ചില വാക്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വിലയിരുത്തുക, യേശു പറഞ്ഞ വാക്ക് വില കുറഞ്ഞ വാക്കാണോ? സ്തോത്രം. ആരാ യേശു? ധന്യനായ പൗലോസിനോട് ചോദിച്ച് തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ യേശുവിനെ കുറിച്ചൊരു വെളിപ്പാട് അദ്ദേഹം ഇങ്ങനെ കൊടുത്തു. എന്താണെന്ന് അറിയാമോ? പൊന്തിയോസ് പീലാത്തോസിന്റെ പകൽ നല്ല സ്വീകാര്യം പ്രാപിച്ചവരുമായ ധന്യനായ ഏക അധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ യേശു ക്രിസ്തു. കാര്യങ്ങൾ ശ്രദ്ധിക്കാമോ? എന്നോട് കർത്താവ് പറഞ്ഞു, നമ്മോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് അന്ന് പറഞ്ഞത് ഇന്ന് വചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
രാജാതിരാജാവാണ് കർത്താവ്. അവൻ ദൈവാതിദൈവമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അവൻ വസിക്കുന്നവനാണ്. അവൻ മനുഷ്യരാരും കാണാത്തവനാണ്, കാണുവാൻ കഴിയാത്തവനാണ്. എന്നാൽ മനുഷ്യൻ അവനെ കണ്ടോട്ടെന്ന് ദൈവതമ്പുരാൻ മനുഷ്യന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലതരത്തിൽ ഇങ്ങനെ നമ്മൾ പിന്നെ വായിക്കുന്നത്, അവൻ ദൈവമായിരിക്കെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ഭൂമിയിൽ ഇറങ്ങി വന്നു. ഭൂമിയിൽ നടന്നപ്പോൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം മനസ്സിലാകുന്നുണ്ടോ? ഉടയവനായി ഇറങ്ങി വന്നത്, രാജാതി രാജാവ് ഇറങ്ങി വന്നത്, ദൈവാതി ദൈവമാണ് ഇറങ്ങി വന്നത്. അവൻ തന്റെ വാക്കുകളാൽ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗത്തിൽ ദൈവം നിന്റെ ഇഷ്ടം എങ്ങനെയോ അത് ഭൂമിയിൽ നടക്കണം. സ്തോത്രം. ശിഷ്യന്മാരുടെ കാര്യങ്ങളെ കുറിച്ച് ഒരു കാര്യം ഉറപ്പുവരുത്തുന്നത് യേശു പറഞ്ഞതായിരിക്കണം, ശിഷ്യന്മാർ ചെയ്തതായിരിക്കണം, ശിഷ്യന്മാർ ഉപദേശിച്ചതായിരിക്കണമല്ലോ. ധന്യനായ പൗലോസിനോടൊന്ന് ചോദിച്ചു നോക്കി, മഹാനായ പൗലോസ്, താങ്കളുടെ അഭിപ്രായം എന്താ? ദൈവഹിതത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലനോടൊന്ന് ചോദിച്ചു നോക്കി. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വലിയ വാക്യമാണ്. ഖനത്തോടുകൂടി അതും പറയുന്നത് എന്താണെന്ന് അറിയാമോ? റോമാലേഖനം 12:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപനാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. തിരിച്ചറിയണം. ഖനം കുറഞ്ഞ വാക്കല്ല, ഖനമുള്ള വാക്കാതെ വരുന്നേ. ഇത് ഖനം കുറഞ്ഞ വാക്കല്ല, ഇത് ഖനമുള്ള വാക്കാ. എന്തിനു വേണ്ടിയാണ് അറിയാമോ തിരിച്ചറിയുന്നത്? ഈ ലോകത്തിന് അനുരൂപനാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. തിരിച്ചറിയണമെങ്കിൽ മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടണം. വീണ്ടും മുന്നോട്ട് പോയ കൊലോസ്യ ലേഖനത്തിൽ ശക്തമായി, അതിനേക്കാളും ശക്തമായിട്ടായിരിക്കും 5:17 എഴുതിയിരിക്കുന്നു, do not be foolish but know what the will of God is. Praise the Lord. ബുദ്ധിഹീനരാകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവിൻ. ഖനം കുറഞ്ഞ വാക്കാമോ ദൈവവചനം? ചിന്തിച്ചു നോക്കിയേ. ഇന്നലെയും ഇന്നുമായി ദൈവവചനം ശക്തമായി ശക്തന്മാരായ അഭിഷക്തന്മാരിൽ കൂടെ കേട്ടതോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മയോട് ദൈവം തിരുഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ വാക്കിന്റെ ഖനം കുറഞ്ഞാണോ നാം കാണുന്നത്? കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടിൻ മൂലം അപ്പോസ്തലനായ പൗലോസ് ദൈവസഭകൾക്ക് ദൂത് നൽകുമ്പോൾ, വെളിപ്പാട് പ്രാപിച്ച വെളിപ്പാട് പകർന്നു കൊടുക്കുമ്പോൾ ഇങ്ങനെ എഴുതി, ബുദ്ധിഹീനരാകരുത്, ദൈവഹിതമില്ലെന്ന് തിരിച്ചറിയണം. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഖനമുള്ള വിഷയമാണ് ദൈവഹിതം. ഇത് കുറഞ്ഞ വിഷയമല്ല ദൈവഹിതം, ഖനമേറിയ വിഷയമാണ്. സ്തോത്രം. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തിനു വേണ്ടിയാ കർത്താവ് ഇത്രമാത്രം ഇതിന് നിർബന്ധം പിടിക്കുന്നത്? നമ്മൾ ആദ്യം കണ്ടു, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു റോമാലേഖനത്തിൽ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുന്നു. കൊലോസ്യ ലേഖനത്തിൽ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നേ, ആമേൻ, എപ്പാഫ്രോസ് എന്ന് പറയുന്ന ദൈവഭൃത്യന്റെ അഭിപ്രായം, പ്രാർത്ഥനാ വാചകം അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് എഴുതി അറിയിക്കുക. അതിങ്ങനെ എഴുതിയിരിക്കുന്നേ, നിങ്ങൾ തികഞ്ഞവരാകണം, മാത്രമല്ല ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണമെന്ന് കർത്താവിന്റെ ദാസനായ എപ്പാഫ്രോസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറഞ്ഞ വിഷയമാണോ ദൈവഹിതമെന്ന് നിങ്ങൾ വിലയിരുത്തുക. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട വാക്യങ്ങൾ ഇന്ന് മുതൽ നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവഹിതം എന്ന് പറയുന്നത് കുറഞ്ഞ കാര്യമല്ല, അത് ഖനമേറിയ കാര്യമാണ്. സ്തോത്രം. അത് ഖനമുള്ള വിഷയമാണ്. എന്തുകൊണ്ടാണ് അത് ഖനമുള്ളതായി മാറിയതെന്ന് അടുത്ത വാക്യങ്ങളിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ കർത്താവ്
2 പത്രോസ് 1:11. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ശ്രദ്ധിച്ചാട്ട് വേറൊരു വാക്കുകൂടെ കൂട്ടിയാണ് പത്രോസ് പറയുന്നത്. ദൈവഹിതമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞെങ്കിൽ, ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ആശയം ഒന്നാണെങ്കിലും വാക്കൊരൽപ്പം മാറ്റി പറയുക. എന്താ പറഞ്ഞത്? നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, 11-ാം വാക്യം, സ്വതന്ത്രം, നിങ്ങൾ ഒരു നാളും എന്ത് ചെയ്തില്ല? ഇടറിപ്പോകത്തില്ല. ഇടറിപ്പോകാതിരിക്കണമെന്ന് ദൈവസഭയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവഹിതത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. അടുത്തത്, നിങ്ങൾ ഇളകാത്തവരും നിങ്ങൾ ഇളകാതിരിക്കേണ്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവൻ നിത്യരാജ്യത്തിലുള്ള പ്രവേശനം അധികമായി ലഭിക്കണമെങ്കിൽ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കുറഞ്ഞ വിഷയമാണോ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മത്തായി 7:21 2 പത്രോസ് 1:10-11 വാക്യങ്ങളും നിത്യത ഇതിനകത്ത് തൂങ്ങിക്കിടക്കുന്നെന്ന് പറയുന്നത്. മനസ്സിലാവുന്ന വാക്ക് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ നിത്യത നഷ്ടമാകുമെന്ന് ശക്തമായ ഒരു ഉപദേശമാണ്. ഉപദേശത്തോടു കൂടിയ കൽപ്പനയാണ്. മനസ്സിലായ ദൈവത്തെ സ്തുതിക്കാമോ? നഷ്ടമായി പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. നാം ജീവിക്കുന്ന ഈ ലോകം, ഇപ്പോഴുള്ള ഈ തലമുറ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്നതും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു ലോകത്തായതുകൊണ്ട് നാം നമ്മുടെ തലമുറകളും ജീവിക്കുന്ന ലോകം, സ്കൂളിൽ അവർ പഠിക്കുമ്പോൾ ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നാം ദൈവഹിതം മനസ്സിലായെങ്കിൽ മാത്രമേ ഇളകാത്തവരായി നമുക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇളകാത്തവരായി നിർത്തുവാൻ കഴിയത്തുള്ളൂ. ദൈവമുണ്ടെങ്കിൽ ദൈവത്തെ കാണിച്ചതാ ഞാൻ അപ്പോൾ വിശ്വസിക്കാമെന്ന് പറയുന്ന സ്കൂളും വാദ്യാരും. അങ്ങനെ ഒരു ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിക്കുവാൻ വിടുമ്പോൾ നാം അതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്തവരായി നിന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇളകുന്നവരായി പോയാൽ, മറിഞ്ഞു പോകുന്നവരായി പോയാൽ, വിശ്വാസലോകത്തിൽ നിൽക്കാത്തവരായി പോയാൽ, അതുപോലൊരു പരാജയം ഈ ആയുഷ്യിലേക്ക് നിങ്ങൾക്ക് വരില്ല. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവഹിതം എന്നുള്ള വിഷയം ഗൗരവമായി കണ്ടോ. മത്തായി 7:21 2 പത്രോസ് 1:10-11 വാക്യത്തിലും ശക്തമായി പറയുന്ന വാക്കാ ദൈവരാജ്യത്തോട് ഇത് ബന്ധപ്പെട്ടത്. റോമാലേഖനം 12-2 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കും. സഹോദരന്മാരെ, ദൈവത്തെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അടുത്തത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് മുറുക്കി രൂപാന്തരപ്പെടണം. അപ്പം ദൈവഹിതത്തിനകത്ത് എന്ത് കിടപ്പുണ്ടെന്നാ പറയുന്നത്? നന്മ കിടപ്പുണ്ട്. ദൈവഹിതത്തിനകത്ത് പ്രസാദം കിടപ്പുണ്ട്. ദൈവഹിതത്തിനകത്ത് അപൂർണത കിടക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് ഇത്ര നിർബന്ധം പിടിച്ചത്? കർത്താവ് എന്തിനാ ഇത്രയും നിർബന്ധം പിടിച്ചതറിയാമോ? ഈ ദൈവഹിതത്തിനകത്ത് നന്മയുള്ളത് കർത്താവിനറിയാം. ഇതിനകത്ത് പ്രസാദമുള്ളത് കർത്താവിനറിയാം. ഇതിനകത്താണ് പൂർണ്ണതയുള്ളതെന്ന് കർത്താവിനറിയാം. ഈ കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ച അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇതിനകത്ത് നന്മയുണ്ട്, പ്രസാദമുണ്ട്, ഇതിനകത്താണ് പൂർണ്ണതയുള്ളത്. അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ മനസ്സ് മുറുക്കി രൂപാന്തരപ്പെടുക.
മനസ്സിലായ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദയവായി ശ്രദ്ധിച്ചാണ്. അപ്പോൾ കാര്യം മനസ്സിലായി. യേശു പറഞ്ഞു, അപ്പോസ്തലന്മാർ അത് ഏറ്റെടുത്തു, ഉപദേശങ്ങളിൽ കൂടെ അതങ്ങനെ തന്നെ സ്ഥാപിച്ചു. അത് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടു. ജീവിതത്തിൽ അത് വന്നാൽ എന്താണ് നന്മയെന്നും ചുരുങ്ങിയ വാചകങ്ങളിൽ കണ്ടു. ഇനി മനുഷ്യനെ കുറിച്ചുള്ള ത്രികാല പദ്ധതികൾ ഇതാണ്. തുടർന്നുള്ള സമയങ്ങൾ ചുരുക്കമായി നിങ്ങളോട് സംസാരിച്ച് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ കുറിച്ച് ഉള്ള ത്രിലോക പദ്ധതി എന്നുണ്ടെങ്കിൽ പറയാം. മലയാളത്തിന്റെ വാക്കുകൾ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെ ഇടപെട്ടിട്ടുള്ളൂ. വചനം നമ്മൾ പഠിക്കുമ്പോൾ താൻ സൃഷ്ടിച്ച മറ്റേത് സൃഷ്ടികളെക്കാട്ടിലും മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠനായി മനുഷ്യനെ സ്വർഗ്ഗത്തിൽ ദൈവം സൃഷ്ടിച്ചു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം അവന്റെ സൃഷ്ടികളിൽ ആദ്യഫലമായി തീരേണ്ടവന് അവന്റെ സത്യവചനത്താൽ അവൻ നമ്മെ ജീവിപ്പിച്ചു. എന്നാൽ അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്, അവന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായി തീരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു. So that we may become the most important creatures on this earth. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് ഞാൻ നിങ്ങൾ. ഈ പ്രധാനപ്പെട്ട സൃഷ്ടികളാകുന്ന നമ്മെ കുറിച്ച് സ്വർഗ്ഗത്തിലെ ദൈവം ഭൂമിയിൽ നാം വരുന്നതിന് മുമ്പ് പ്ലാൻ ആരംഭിച്ചു. എന്നോർക്കുമ്പോൾ ഞാൻ കുറഞ്ഞവനല്ല, എന്റെ ദൈവസ്ഥയിൽ ഞാൻ ശ്രേഷ്ഠനായി തന്നെ ദൈവനെ കാണുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. തിരുവനന്തപുരത്തിൽ കൂടെ പല വാക്യങ്ങളിൽ നാം വായിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. ദൈവത്തിന്റെ ഹിതപ്രകാരം ഭൂമിയിൽ ജീവിച്ച ദൈവത്തിന്റെ the one who was after my heart എന്ന് പറഞ്ഞതായ കർത്താവ് സാക്ഷി കൊടുത്തതായ ദൈവഭൃത്യൻ ദാവീദ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായി ഇരിക്കുമ്പോൾ എന്റെ ദൈവമേ നിന്റെ കണ്ണനെ കണ്ടു. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ എന്റെ ദൈവത്തിന്റെ കണ്ണ് എന്നെ കണ്ടു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ചിന്തയിലേക്ക് നിൽക്കാതെ, എന്റെ കർത്താവ് ഈ കാലങ്ങളിലാണല്ലോ സ്കാനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതും പ്രത്യേകിച്ച് നമ്മൾ വെളിനാട്ടിലായിരിക്കുന്നത് കൊണ്ട് അറിയാം, ആണാണോ പെണ്ണാണോ ഒക്കെ സ്കാൻ ചെയ്ത് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുറത്തു വിടത്തില്ല. ഇത് സംഭവം തമ്പുരാൻ പറയുക, നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പറയുക, അവൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ, ഫോംലെസ് ആയിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടാൽ ഇത് ഒരു മനുഷ്യ ശരീരമാണെന്ന് പോലും പറയാൻ കഴിയാത്ത ഫോംലെസ് ഒരു പിണ്ണാകാരമായിരുന്നപ്പോൾ ദൈവത്തിന്റെ കണ്ണ് എന്നെ കണ്ടു. യിരെമ്യാ പ്രവാചകനോട് ചോദിച്ചാൽ യിരെമ്യാ പ്രവാചകൻ പറയും, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് ദൈവം എന്നെ കണ്ടു. കുറെ കൂടെ വെളിപ്പാട് പ്രാപിച്ചതായ പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചു, അദ്ദേഹത്തിന് പറയാനുള്ളത്, ലോക സ്ഥാപനത്തിന് മുൻപ് ദൈവം എന്നെ അറിഞ്ഞു. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ദൈവഹിതം അറിയുവാൻ, കേൾക്കുവാൻ ആകാംക്ഷയോട് കടന്നു വന്ന ബഹുമാന്യ ദൈവമക്കൾ, നിങ്ങൾ സാധാരണപ്പെട്ടവരല്ല. അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവായപ്പോൾ ദൈവത്തിന്റെ കണ്ണുകളെ കാണും. ഉരുവാകുന്നതിന് മുൻപ് ദൈവം കണ്ടു. ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ കണ്ണുകൾ കണ്ടു. ലോകം എന്നാ ഉണ്ടായി ആർക്കും അറിയില്ല. നമ്മൾ വേദോസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന ആഹാരം
സ്കോളേഴ്സ് പറയുന്നു അവഗണിക്കാൻ കഴിയത്തില്ല, ഈ വാക്കുകൾ തള്ളിക്കളയാൻ കഴിയത്തില്ല. സ്തോത്രം. ഇത് ശരിയോ ശരിയല്ലയോ എങ്ങനെയായിട്ടുള്ള നമ്മുടെ വിഷയമുള്ള കാര്യമല്ല. എന്നാൽ വചനം പറയുന്നു ഭൂമിക്ക് ദൈവം അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പ് ദൈവനെ കണ്ടുവത്രേ. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള വിഷയം. 6000 വർഷമായിക്കോട്ടെ 600 വർഷമായിക്കോട്ടെ നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഏതായാലും എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവനെ കണ്ടുവന്നതാണ് വിഷയം. ശരിയാണോ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടു എന്ന് ഓർക്കുമ്പോൾ ഞാനൊരു സാധാരണപ്പെട്ടവനല്ല, എന്റെ കർത്താവ് എന്നെ കണ്ടവനാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരുന്നു. ഒരു ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ വായിച്ചു: Even before you were born, you were in my care. Even before you were born. അതിന് മലയാളത്തിൽ അർത്ഥം കൊടുക്കുന്നത് എങ്ങനെയാണ്? നീ ജനിക്കുന്നതിന് മുമ്പ് എന്റെ പരിപാലനത്തിലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവ ഹൃദയത്തിൽ ഞാൻ എന്നോ ജനിച്ചു കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്നും ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്നെ കുറിച്ചുള്ള പ്ലാൻ തിരുഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം നന്ദി കൊണ്ട് പറയും. ത്രികാല പ്ലാനുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, സ്വർഗത്തിൽ നിന്റെ ഇഷ്ടമെങ്ങനെയോ ഭൂമിയിൽ അങ്ങനെ തന്നെ എന്റെ ജീവിതം നടക്കണം. ഈ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നാം ജനിക്കുന്നതിന് മുൻപ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ തന്റെ ഹൃദയത്തിൽ എന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടായി. ഇനി എന്താണ് പ്ലാൻ? എന്താണ് പ്ലാൻ? യിരെമ്യാവിനോട് യിരെമ്യാവ് പറഞ്ഞു, നീ ഒരു ബാലനാണെന്ന് നീ പറയരുത്. കാരണം എന്താണെന്നറിയാമോ? നീ ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ മാതരിച്ചു, ജാതികൾക്ക് ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എത്ര മനസ്സിലായി? ഉറക്കെ ക്ഷീണത്തിനകത്ത് ഇതുകൊണ്ടൊന്ന് ചിന്ത ഈ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറട്ടെ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, നമ്മെ ദൈവം കണ്ടിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വേർതിരിച്ചു എന്ന് വചനം പറയുന്നു. മനസ്സിലായോ? ദൈവത്തെ സ്തുതിക്കാമോ? ദൈവം നമ്മെ ശുദ്ധീകരിച്ചു. God has set us apart. ദൈവം എന്നെ വിശുദ്ധീകരിച്ചു, ദൈവം എന്നെ വേർതിരിച്ചു, ദൈവം എന്നെ പ്രവാചകനായി നിയമിച്ചു. ദൈവത്തെ സ്തുതിക്കാമോ? ഞാൻ പറഞ്ഞതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു പ്രയോജനമില്ല. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണെന്നുള്ള ബോധ്യം വന്നു കഴിയുമ്പോൾ അറിയാതെ ദൈവത്തെ സ്തുതിച്ചിരിക്കും. അപ്പോ ഇതിനകത്ത് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് എന്റെ ദൈവം ഏതോ ഒരു പ്രത്യേക പ്ലാനിന് വേണ്ടി എന്നെ വിശുദ്ധീകരിച്ചു. ആ പ്ലാൻ എന്റെ ജീവിതത്തിൽ നടക്കേണ്ടത് അവനെ വേർതിരിച്ചു. ആ പ്ലാൻ അങ്ങനെയായി തീരുന്നത് അവനെ നിയമിച്ചു. ഈ പദ്ധതി മനസ്സിലാക്കിയ ദൈവം ഭൂമിയിൽ എത്ര പ്രശ്നം വന്നാലും അവൻ ചലിക്കത്തില്ല. പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ പറയുമോ? ദൈവം നിങ്ങളുടെ വേണ്ടിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇളകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര
വാക്യം കൂടെ വായിച്ചേ. 131 സങ്കീർത്തനം 16 വാക്യം 17 വാക്യം. ഞാൻ പിണകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണിനെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്താ എഴുതി വെച്ചേ? ഒന്ന് നോക്കിയ സൗകര്യങ്ങൾ എന്റെ മുഖത്തോട് നോക്കി, ദൈവത്തിന്റെ മുഖത്തോട് നോക്കി. എന്തായിരിക്കും എഴുതി വെച്ചത്? എന്നെ കുറിച്ചുള്ള പ്ലാൻ തമ്പുരാനെ പുസ്തകം എഴുതി വെച്ചു. ഇത് മനസ്സിലായാൽ വേറൊരു വ്യക്തിയായിട്ട് വെളിയിൽ പോകുന്നത്. ഇത് മനസ്സിലാകാതെ കിടക്കുന്നിടത്തോളം കാലമാണ് നമ്മൾ ചെറിയ ബുദ്ധിമുട്ടിന് മുമ്പിലെല്ലാം കുഴഞ്ഞു പോകുന്നത്. ഇരമ്യാവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ വേർതിരിച്ചു വെച്ചത്. അതിനോട് കണക്ട് ചെയ്ത് വേറൊരു വാക്യം ഉറപ്പിച്ചു തരുന്ന വേറൊരു വാക്യം ഇപ്പം വായിച്ചത്. എന്താണെന്നറിയാമോ? ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണിനെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുഴുവൻ പ്ലാനും നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പം എന്നെ കുറിച്ചുള്ള മുഴുവൻ പ്ലാനും എവിടുണ്ട്? എന്റെ പൊന്നെ എവിടുണ്ട്? സ്വർഗത്തിലുണ്ട്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഓർമ്മയുണ്ടോ? സ്വർഗത്തിൽ നിന്റെ ഇഷ്ടം എങ്ങനെയോ ഭൂമിയിൽ എങ്ങനെ നടക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല. സ്വർഗത്തിൽ നിന്റെ പുസ്തകങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അതങ്ങനെ തന്നെ എന്റെ ജീവിതത്തിൽ നടത്തി തന്നെ കർത്താവേ. മനസ്സിലാവുന്ന ദൈവത്തെ സൂചിച്ചാൽ സ്വർഗത്തിൽ പുസ്തകങ്ങളിൽ പലതുണ്ട്. നമ്മൾ വായിച്ചിട്ടുള്ളതൊന്ന് നിന്റെ അമേൻ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, സ്മരണയുടെ പുസ്തകം, അതിനെഴുതിയിരിക്കുന്ന മലാഖി പ്രവചനത്തിൽ ജീവന്റെ പുസ്തകം 1-3 സ്ഥലങ്ങളുണ്ടെങ്കിലും വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ജീവന്റെ പുസ്തകം അല്ലേ? 4-മതൊരു പുസ്തകം കൂടെ എനിക്ക് മനസ്സിലായത് ഞാൻ പറയുക. അതെന്താണെന്ന് അറിയാമോ? മനുഷ്യനെ കുറിച്ച് ദൈവം തമ്പുരാൻ പ്ലാൻ ചെയ്ത പ്ലാൻ എഴുതിയൊരു പുസ്തകം അവിടെ ഇരിപ്പുണ്ട്. ദൈവത്തെ കുറിച്ചാണോ ദൈവത്തെ അറിയാമെന്ന് 2-3 ദിവസം മാറ്റി വെച്ചിട്ട് ദൈവഹിതം അറിയാൻ കടന്നു വന്ന ദൈവമേ, താഴ്മയോടും വിനയത്തോടും കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഗൗരവമേറിയ ഒരു വിഷയമായത്. കാരണം ഇത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെങ്കിൽ നിത്യതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ദൈവഹിതം എന്ന് പറയുന്ന വിഷയം. ദൈവഹിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കേ. സ്വർഗത്തിൽ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും തമ്പുരാന്റെ ഇഷ്ടം അവന്റെ ഹൃദയത്തിൽ തോന്നിയ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും അവനുണ്ടായ ഇഷ്ടം അവൻ ഞാൻ നിങ്ങളും ജനിക്കുന്നതിന് മുമ്പ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ ഭൂമിയിൽ മനസ്സിലാക്കി ജീവിച്ചാൽ നിത്യതയെ പറയുന്നത്. ആശാപൂജ സോപ്പിട്ട് ഐസിട്ടരിക്ക് വേണം എനിക്കതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാൻ നിങ്ങളോട് മനസ്സിലാക്കിയാൽ എന്നോടൊപ്പം നിങ്ങൾക്കും നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റും. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നെ കുറിച്ചുള്ള പ്ലാൻ. കാലത്തിന്റെ തികവിൽ എന്ന് പറഞ്ഞാൽ ദൈവം നിയമിച്ച സമയത്ത്, ദൈവം നിയമിച്ച രാജ്യത്ത്, ദൈവം നിയമിച്ച സ്റ്റേറ്റിൽ, ദൈവം നിയമിച്ച പഞ്ചായത്തിൽ, ദൈവം നിയമിച്ച കുടുംബത്തിൽ രണ്ടാമത്തവനായി ഞാൻ ഭൂമിയിൽ ജനിച്ചു. തെളിവുണ്ടോ? വായിച്ചു അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 6-ാം വാക്യം. ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചതിനെ സഹായിക്കാം. ഭൂതലത്തിലെങ്ങും കൂടിയിരിക്കുമ്പോൾ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെ കുറിച്ച് സ്വർഗ്ഗത്തിൽ എഴുതിയിരുന്നു, പ്ലാൻ ചെയ്തു. എന്താ പ്ലാൻ ചെയ്തേ? കാലങ്ങൾ പ്ലാൻ ചെയ്തു. അടുത്തതാ അതിരുകൾ പ്ലാൻ ചെയ്തു.
നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ്. നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ്. കാലങ്ങളിലും അതിരുകളും നിശ്ചയിച്ചു. അപ്പൊ ഞാൻ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് എന്നെ കുറിച്ചുള്ള മുഴുവൻ പ്ലാനുകളുണ്ട്. ദൈവസന്നിധിയുടെ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിൽ ദൈവം പ്ലാൻ ചെയ്ത പ്രകാരം ഭൂമിയിൽ ഞാൻ ജനിക്കാൻ ദൈവം അനുവദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യം, സ്റ്റേറ്റ്, പഞ്ചായത്ത്, വീട് എത്രാമത്തോളായി ജനിക്കാമെന്ന് സ്വർഗം നിയമിച്ചു. കാലം നിയമിച്ചു എന്നിരിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ്. എന്റെ പൊന്നെ മനസ്സിലാകുന്നുണ്ടോ? കാലങ്ങൾ അവൻ നിയമിച്ചു. ഏത് വർഷം ജനിക്കണമെന്ന് മാതാപിതാക്കളെ നിയമിച്ചത് കർത്താവാണ് നിയമിച്ചത്. സ്തോത്രം. ഞാൻ രസകരമായ കാര്യങ്ങൾ പറയട്ടെ, നിങ്ങൾ ഓർത്താൻ വേണ്ടി. വീട്ടിലെ വലിയമ്മച്ചിക്ക് ആദ്യത്തെ കൊച്ചുമോൻ എന്റെ ചേട്ടനാണ്, രണ്ടാമത്തെ പെൺകൊച്ചായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച്, സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആനി എന്ന് പേരാണ് പ്ലാൻ ചെയ്തു. ആനി ജനിച്ചു വന്നപ്പോഴാണ് ആനിയല്ല ആരാണ് മനസ്സിലായത്? ആനന്ദാണെന്ന് മനസ്സിലായത്. എന്നാൽ യുഗങ്ങൾക്കപ്പുറം എന്റെ കർത്താവിന് അറിയാം ഇത് ആനയല്ല, ഇത് പറഞ്ഞോ. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ പേര് പോലും എന്താ ഇടാൻ പോകുന്നത് കർത്താവിന് അറിയാം. നിങ്ങൾ എന്താ ജോലി ചെയ്യാൻ പോകുന്നത് കർത്താവിന് അറിയാം. ദൈവത്തിന് അറിയാത്തതൊന്നുമില്ല. ദൈവത്തിനെല്ലാം അറിയാം. അപ്പം ത്രിലോക പ്ലാനുകളിൽ ആദ്യത്തെ നാം കണ്ടു. നാം ജനിക്കുന്നതിന് മുമ്പ് ദൈവം പ്ലാൻ ചെയ്തു. രണ്ടാമത്തേത് ലോകത്ത് ജനിക്കുന്ന വിഷയമാണ്. ഈ ലോകത്ത് നമ്മൾ ജനിച്ചു. ഇപ്പൊ നമ്മൾ വളർന്നു വരിക. വളർന്നു വരുന്ന കൂട്ടത്തിൽ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളായി മാറണം. ദൈവ പൈതലായി മാറണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്ലാനിൻ പ്രകാരം ആര് വരണം? ഒന്ന് ശ്രദ്ധിച്ച് മുഖ്യമായ വിഷയത്തിലേക്ക് വരിക. മുഖ്യമായ വിഷയത്തിലേക്ക് വരിക. ത്രികാല പ്ലാനുകൾക്കുള്ളിൽ രണ്ടാമത്തെ ലോകത്തിലേക്ക് നാം വന്നു. ലോകത്ത് നാം ജനിച്ചു വീണു, വളർന്നു വന്നു. തിന്മ തള്ളി നന്മ തെരഞ്ഞെടുക്കാൻ പ്രായമാകുന്ന സമയത്തൊക്കെ എപ്പോഴൊക്കെയോ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, സ്വർഗത്തിലെ ഹിതത്തിലേക്ക് ആനന്ദനെ കൊണ്ടുവരണം. ആനന്ദനെ കൊണ്ടുവരണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവദാസന്മാരെയും സഹോദരങ്ങളെയും നമ്മളെ അവിടെ കൊണ്ടെത്തിക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്ലാനാണ്. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. എന്താ ഗ്രഹിപ്പിച്ചത്? നിത്യതയെ കുറിച്ചുള്ളതും ദൈവത്തിന്റെ പ്ലാനും പരിശുദ്ധാത്മാവിൽ കൂടെ ആരോ ഒരുവൻ നിങ്ങളെ ഗ്രഹിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ കൂടപ്പുറപ്പെ? ഇതൊരു ചെറിയ വിഷയമാണോ? ത്രികാല ജീവിതത്തിൽ പ്ലാൻ സ്വർഗം വിട്ടുവെങ്കിൽ ആ പ്ലാനിനകത്ത് കയറിയെങ്കിൽ മാത്രമേ മനുഷ്യന് നിത്യതയുള്ളൂ എന്ന് മനസ്സിലാക്കി ഉടയവൻ ഭൂമിയിൽ ജനിച്ച ഏത് മനസ്സിനെയും ഏത് ഭാഷക്കാരനെയും ഏത് വ്യക്തിയെയും വല്ലവരെയും ഈ ട്രാക്കിനകത്തൊന്ന് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ആകുന്നത്ര ശ്രമം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനറിയാതെ പാപം, ലംഘനം, അകൃത്യം, അധർമ്മം, കാപട്യം, ഒന്ന് പറയാം പാപത്തിന്റെ 5 സ്വഭാവങ്ങൾ. പാപം എന്ന് പറയുന്നത്
അപ്പോൾ പാപമാർക്കും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട. പാപലോകത്ത് അവർ ജീവിക്കുന്നത് കൊണ്ട് അവർ പാപത്തിന്റെ അംശം അവരിലുണ്ട്. ശരിയാണല്ലോ? വളർന്നു വരുമ്പോൾ ഇനി ഗൗരവമായ വിഷയത്തിൽ വരിക. പാപം ലംഘനമായി തീരുന്ന വിഷയം പറയുക. പരിശുദ്ധാത്മാവ് നമ്മളെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതായ ആ പദ്ധതിയിൽ നമ്മുടെ സാഹചര്യം എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക. പാപം നമ്മിലുണ്ട്. ഇതായി പാപത്തിലെ അമ്മയെ അപ്പൊ ഞാൻ ജനിച്ചു വളരുമ്പോൾ അറിയാതെ ഇതിനുണ്ട്. ഞാൻ വളർന്നു വരുമ്പോൾ ലംഘനം എന്ന് പറഞ്ഞാൽ എന്താ? എന്നോട് ഇവിടെ ഇരിക്കുന്ന യുവദാസൻ എന്നോട് പറയാതിരിക്കട്ടെ, ഇന്നത് ചെയ്യരുത്, ഇന്ന സമയത്തിന് നിർത്തിക്കോ, അല്ലെ എന്തെങ്കിലും പറഞ്ഞിരിക്കട്ടെ. ഞാൻ അദ്ദേഹം പറഞ്ഞത് കൂട്ടാക്കാതെ എന്തെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അധികാരിയായ വ്യക്തിയോട് ഞാൻ എന്താ കാണിക്കുക? ലംഘനം കാണിക്കുക. ശരിയാണോ? രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത് എന്താ? അകൃത്യം. അകൃത്യം എങ്ങനെയാ മനസ്സിലാക്കുക? ഇദ്ദേഹം എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടു പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു. നാലാമത്തെ പ്രാവശ്യം ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് വീണ്ടും പ്ലാൻ ചെയ്യുക. ഈ തോമസ് വാസ് എന്നോട് ഇന്നൊരു കാര്യം ഇന്ന് കൊണ്ട് പറയുകയാണെങ്കിൽ 100% ഞാൻ അദ്ദേഹത്തെ ലംഘിച്ചിരിക്കും. അദ്ദേഹം പറയുന്നത് കേൾക്കത്തില്ലെന്ന് ഞാൻ എന്തിരുന്നോണ്ട് പ്ലാൻ ചെയ്യുക? വീട്ടിൽ ഇരുന്നോണ്ടോ വരുന്ന വഴിയിലോ പ്ലാൻ ചെയ്യാതിരിക്കട്ടെ. എന്നിട്ട് മനസ്സോടെ എന്റെ ഹൃദയത്തിന്റെ മുഴുവൻ മനസ്സോടെ അദ്ദേഹം പറഞ്ഞ വാക്കിനെ അത് പാപമായി നിൽക്കുന്നത് ലംഘനം ഓൾറെഡി കഴിഞ്ഞു. ഇനിയും മനസ്സിലാക്കി അദ്ദേഹത്തെ എതിർക്കുവാനായി ഞാൻ അത് ചെയ്യുമ്പോൾ അതെന്തായി മാറുക? അകൃത്യമായി മാറുക. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, അധർമ്മം മോചിച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. 32-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ ഘാതമില്ലാതിരിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ അധർമ്മം ക്ഷമിച്ചും പാപം മോചിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ എത്ര കൂട്ടമായി പാപത്തിനകത്ത്? 5 കൂട്ടം. സ്വതന്ത്രം. അപ്പൊ ഈ 5 കൂട്ട പാവങ്ങൾക്കുള്ളിൽ പരിഹാരം തമ്പുരാൻ വരുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടേ മതിയാകും. മനുഷ്യന് വേറൊരു മനുഷ്യൻ വന്ന് പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകത്തില്ല. കാരണം കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ ഏതൊരു കുറ്റത്തെ കുറിച്ചും ബോധവാനല്ലെങ്കിൽ ഞാൻ നീതിമാൻ വരികയില്ല. വായിച്ചിട്ടുണ്ടല്ലോ. അപ്പം ആരെല്ലാം എന്നോട് ഞാനൊരു പാപം ചെയ്തു എന്ന് എന്നോട് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധ്യം വരുത്താതെ ഞാൻ പാപിയാണെന്ന് മനസ്സുകൊണ്ട് ഞാൻ സമ്മതിക്കത്തില്ല. ശരിയാണോ? അപ്പം യേശു കർത്താവിന്റെ പ്ലാനിലേക്ക് ഞാൻ വരണമെങ്കിൽ ആദ്യം പാപക്ഷമ പ്രാപിച്ചുകൊണ്ടല്ലേ വരേണ്ടത്. ഈ പാപക്ഷമയുടെ ജീവിതത്തിൽ വരണമെങ്കിൽ പാപത്തിനും ലംഘനത്തിനും അകൃത്യത്തിനും അധർമ്മത്തിനും കാരുണ്യത്തിനും പരിഹാരം വരുത്തണം. ശരിയല്ലേ? അതെന്താ ചെയ്യേണ്ടത്? ഞാൻ വിശ്വസിച്ചാൽ മതി, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ശരിയല്ലേ? വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് യേശുവിനെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചുകൊണ്ട് എന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവന്റെ പാപത്തിന് പരിഹാരമാണ്. എന്നാൽ പ്രശ്നങ്ങളല്ല, ഞാൻ പാപിയാണെന്ന് മനസ്സിലാകണ്ടേ? സഹോദരങ്ങളെ, മനസ്സിലാക്കുന്നു. ഞാൻ പാപിയാണെന്ന് മനസ്സിലാകണ്ടേ? ഞാൻ പാപിയാണെന്ന് മനസ്സിലാകാത്തിടത്തോളം ഞാൻ എങ്ങനെയാ ദൈവത്തോട് പറയുന്നത്? എന്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് എങ്ങനെയാ പറയുക? അപ്പം ഞാൻ പാപിയാണെന്ന് ദൈവം എനിക്ക് ബോധ്യം തരണം. പരിശുദ്ധനായ ദൈവം ഭൂമിയിൽ വന്നപ്പം ഇങ്ങനൊരു കാര്യം പറഞ്ഞു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യം വരുത്തും. അപ്പൊ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ എന്നോടുകൂടെ
വാക്യം ഓർമ്മയുണ്ടോ? സ്വർഗത്തിൽ നയിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് നിങ്ങളെ ഗ്രഹിപ്പിച്ചു. അപ്പം നമ്മോട് സുവിശേഷം പറയാൻ വന്നവരെ വിട്ടതാരാ? പരിശുദ്ധാത്മാവ് വന്നു എന്നോട് ആ വ്യക്തിയെ കൊണ്ട് പറയിപ്പിച്ചു. ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ മരിച്ചാൽ നിന്റെ നിത്യതയുടെ ഉള്ളിന്റെ ഉള്ളിൽ വെടിച്ചിരുന്നത് പോലെ ഒരു ചോദ്യം. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യതയുടെ. പലപ്പോഴുമായി ദൈവരാജ്യത്തെ കുറിച്ചും ദൈവവചനത്തെ കുറിച്ചും സുവിശേഷത്തിന്റെ ആധികാരികമായ സത്യങ്ങളെ മനസ്സിലാക്കിയും വേണ്ട എന്ന് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഇന്ന് പലരും കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം ദീർഘക്ഷമയുള്ളവരാണ്. എന്നാൽ ദീർഘക്ഷമ എത്ര കാലം എന്നൊന്ന് പറയാം. ഈ ട്രാക്കിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയാണ്. ഒന്ന് തീമോത്തി 2-ാം അധ്യായം 1 മുതൽ 4 വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ എന്നെ വായിക്കാം. 1 തീമോത്തി 2-ാം അധ്യായം 1 മുതൽ വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനത്തെയും സ്വസ്ഥതയോടെ ജീവനം കഴിക്കണമെന്നും വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്നും ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ലോകത്തോടുള്ള സകല ജനത്തോടുമുള്ള ദൈവത്തിന്റെ ഇച്ഛ, ആഗ്രഹം, ഹിതം എന്താണ്? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ആരുടെ ഇഷ്ടമാണ്? എന്റെ പൊന്നു സഹോദരങ്ങളെ, ഒന്ന് നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ മറക്കരുത്. കഴിഞ്ഞ 2 സെക്ഷനിലും ശക്തമായ ആലോചന കേട്ടവരാണ് നിങ്ങൾ. ആ കൂട്ടത്തിൽ ഇതുകൂടെ ദയവായി നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വചനം പറയുന്നു, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന്, സകലരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തണമെന്നും ആരുടെ ഇഷ്ടമാണ്? എന്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന്റെ ഇഷ്ടമാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്കും ഞാൻ നിങ്ങളെ എത്തണമെന്ന് ദൈവഹിതം അന്വേഷിച്ചു വന്ന കൂടപ്പുറപ്പെ ഒരു കാര്യം പറയട്ടെ, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ളത് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടമാണ്. അത് മാത്രമല്ല, സകല ജ്ഞാനത്തിലും വചനത്തിന്റെ ന്യായങ്ങളും മനസ്സിലാക്കണമെന്ന് സ്വർഗത്തിലെ അപ്പച്ചനെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴായി പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടു, പലപ്പോഴായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടു. തന്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ, ഹൃദയത്തെ യേശു ഉള്ളിൽ വരേണ്ടവന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിനെ കേൾക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ദൈവത്തിനാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നുവരാമോ? ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയാൽ മാത്രമേ എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ വീട്ടിൽ പോകാൻ ദൈവം അനുവദിക്കണ്ടേ? കഥാകൃദാസൻ പാസ്റ്റർ റൈൻഹാർഡ് ബോംഗെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വേളയിൽ ഒരിക്കൽ ശക്തമായി പറഞ്ഞൊരു വിഷയം, എന്റെ കയ്യിൽ കൺവെൻഷൻ മൈക്രോഫോൺ കിട്ടുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരുന്നത് ചിന്ത, there must be somebody sitting here who has got the last chance to hear the word of God.
കട്ടിയായിട്ട് പറയുന്നത് ചിലപ്പോൾ സഭാ ശുശ്രൂഷകനായതുകൊണ്ടാവും, എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ആർക്കും നഷ്ടമായി പോകണം. കഴിഞ്ഞകാലങ്ങളിൽ കേട്ടുമടുത്തു എന്ന് പറയുന്ന ആ സുവിശേഷത്തിന് മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ ആ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുത്താൽ ഉടനെ അവർ ഉള്ളിലേക്ക് ഒന്ന് കടന്നു വരും. ജീവിതത്തെ മുഴുവനായി യേശു മാറ്റിമറിക്കുമെന്ന് വിശ്വസിക്കും. വീട് കിട്ടുന്നതും കൊട്ടാരം കിട്ടുന്നതും ജോലി കിട്ടുന്നതും അത് കിട്ടുന്നതും വീട് കിട്ടുന്നതും എല്ലാം ഇരിക്കട്ടെ, നിത്യതയ്ക്കൊരു വഴി നോക്ക്. നിത്യതയ്ക്ക് വേണ്ടി ഒരു വഴി. സഹോദര സഹോദരി, ഇന്ന് ഉച്ച കഴിഞ്ഞ് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ലാസ്റ്റ് ചാൻസ് ആണെങ്കിൽ ഒഴിഞ്ഞു പോകില്ലേ, ഒഴിഞ്ഞു പോകില്ലേ. രക്ഷപ്പെടാനൊരു വഴി സ്വർഗം ഈ യോബിൽ നിനക്ക് വേണ്ടി സ്വർഗം ക്രമീകരിച്ചു. നിന്റെ പാപങ്ങൾക്കും ലംഘനങ്ങൾക്കും അകൃത്യത്തിനും അധർമ്മത്തിനും കാമര്യത്തിനും പരിഹാരം വരുത്തുവാൻ യേശു ഈ കോൺഫറൻസ് താങ്കൾക്ക് വേണ്ടി നിയമിച്ചു. ദൈവ പദ്ധതിയിലേക്ക് കൂടപ്പറപ്പിൽ നിങ്ങൾ കടന്നു വരാൻ, നിത്യത നഷ്ടമാകാതിരിക്കാൻ ഉടയവൻ നിങ്ങൾക്ക് വേണ്ടി ക്രമീകരണം ഒരുക്കി. സ്വർഗത്തിൽ നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പ്ലാനും പദ്ധതിയും സ്വർഗത്തിലെ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, സ്വർഗമേ, അങ്ങനെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എന്റെ ജീവിതത്തിൽ നടക്കാൻ നീ പ്രാർത്ഥിക്കണമത്രേ. നഷ്ടമായി പോകല്ലേ, ചതിയിൽ പെട്ടുപോകല്ലേ, വഞ്ചനയിൽ പെട്ടുപോകല്ലേ. ദൈവം എന്നെ അനുഗ്രഹിക്കും നിശ്ചയം. എന്നാൽ അനുഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്റെ കർത്താവിനെ സേവിക്കുമെന്ന തീരുമാനം. എന്റെ ദൈവം എന്നോട് അനേക വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തം എനിക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ കർത്താവിന്റെ പിന്നാലെ തന്നെ. അതിനൊരു വ്യത്യാസമില്ലെന്ന് ആർക്കു പറയാൻ കഴിയുമോ അവിടെ എത്ര ദൈവപ്രസാദമാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പറഞ്ഞു, ഞാൻ കർത്താവിനെ വിടുവിപ്പാൻ കഴിയും. പക്ഷെ അവൻ വിടുവിച്ചാൽ നിന്നും രാജാവ് നിർത്തിയ ഈ ബിംബത്തിന് മുമ്പിൽ ഞാൻ നമസ്കരിക്കത്തില്ല. നമ്മുടെ തീരുമാനമായിരിക്കണം. എന്റെ ശരീരത്തിന് സൗഖ്യമായാലും ഇല്ലെന്നും എന്റെ കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉന്നതി ഉണ്ടായാലും ഇല്ലെന്നും എന്റെ കടഭാരം മാറിയാലും ഇല്ലെന്നും എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നാലും ഇല്ലെങ്കിലും എന്റെ ദൈവമേ, നിത്യതയിലേക്ക് പോയാൽ മതിയുള്ള ഒരു തീരുമാനം ഉറപ്പുണ്ടെങ്കിൽ അവിടെ അധികം പ്രസാദിക്കട്ടെ. ആ തീരുമാനത്തിൽ വന്നു കഴിയുമ്പം ഞാൻ വിശ്വസിക്കുന്നു, ചോദിക്കാതെ തന്നെ ബാക്കി പോലും. ദാവീദ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്ക് ഇടയനെന്ന കർത്താവാ. ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, എനിക്ക് അവൻ ഇടയനായതുകൊണ്ട് നന്മയും കരുണയും എന്റെ പിന്നാലെ വരും. കരുണയുടെ സ്തുതിക്കാമോ? കരുണയും നന്മയും എന്റെ പിന്നാലെ വരും. ഞാൻ യേശുവിന്റെ പിന്നാലെ പോയാൽ ലോകത്തിൽ മിന്നിത്തിളങ്ങുന്നത് കണ്ട് അതിന്റെ പിന്നാലെ ജീവിതം വെറുതെ കളയിലെ കൂടപ്പറപ്പെ കണ്ണി വെക്കുന്നവരെ അത് തീർന്നു പോകും. നിനക്കൊരു നിത്യതയുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്, ഉടയവനോട് കൂടെ നിനക്കൊരു ജീവിതമുണ്ട്. അത് കളയരുത്. രാജാവിന്റെ പൊന്മുഖം നീ ഒരു ദിവസം കാണുവാൻ നിന്നെ നിയമിച്ചിരിക്കുക. അവന്റെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ, അവന്റെ മുഖം കണ്ട് ആരാധിക്കുവാൻ നിന്നെ അവൻ നിയമിച്ചിരിക്കുക. ലോകത്ത് മിന്നിത്തിളങ്ങുന്നത് കണ്ട് അതിന്റെ പിന്നാലെ പോയി നിത്യനരകത്തിൽ പോയി വീഴരുത്. അപ്പോസ്തലൻ പൗലോസ് അതുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തിന് അനുരൂപനാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം. നന്ദി കൊണ്ട് പറയുന്നു. എന്നെ തേടി യേശു 23-ാമത്തെ വയസ്സിൽ
പിതാവ് പറയപ്പെട്ടല്ലോ, 3 മക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചു എന്നെ ചൊല്ലുക. കർത്താവ്, ഇവൻ ഗുണപ്പെടുമോ? ഇവൻ ശരിയാകുമോ? എന്നാൽ ഒരൊറ്റ ദിവസം തന്നെ ജനത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ കൽപ്പനയെ സ്വീകരിപ്പാൻ ഒരിക്കലും പേപ്പറിൽ എഴുതിച്ചതാ. റാന്നി കൽക്കരിയം സെന്റ് തോമസ് കോളേജിന്റെ പുറകിൽ കുര്യൻ എന്ന് പറഞ്ഞ ആചാരമുണ്ട്. കോളേജിന്റെ തൊട്ടുപുറകായി കാപ്പിക്കട നടത്തിക്കൊണ്ടിരുന്നത് കുര്യൻ ചായ. സൺഡേ സ്കൂളിലെ ഷാരോൺ ഫെലോഷിപ്പിൽ ഞാനെന്ന സമുദായത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും വലിയ മനുഷ്യനെ സൺഡേ സ്കൂൾ പറഞ്ഞുപോയി. സൺഡേ സ്കൂളിൽ പോയ വഴിക്ക് കുര്യൻ ചായന്റെ പട്ടി എന്നെ കടിച്ചു. പേപ്പട്ടിയായിരുന്നതുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പേയായി ഒരു മുറിക്കകത്ത് തന്നെ കൂടി പട്ടി കാണിക്കുന്നതെല്ലാം കാണിക്കാൻ തുടങ്ങി. അമ്മ കയ്യിൽ ചേർത്തെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇവൻ എനിക്ക് ജീവനോടെ തോന്നാൻ ഇവൻ ഒരു ദിവസം സ്നേഹിക്കും. ഞാൻ കണ്ണു തുറക്കുമ്പോ എനിക്ക് ബോധം തെളിയുമ്പോ എനിക്ക് കൊച്ചു കുഞ്ഞാണ്. ഞാനൊരു 7 വയസ്സാണ്, 8 വയസ്സാണ്. പഴയ ഞങ്ങളുടെ വീടിന്റെ ഏറെസ്റ്റിലൊരു ജനലുണ്ട്, മുന്നിലൊരു ജനലുണ്ട്. ഈ 2 ജനലിലും നാട്ടുകാര് പുത്തമ്പരികളെ ആനന്ദിന്റെ മരണം കാണാൻ കയറി നിൽക്കുക. ആഗ്രഹിച്ചല്ല, പക്ഷെ ഇത് ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതെങ്ങനെയാണെന്ന് കാണാൻ കയറി നിൽക്കുക. ഉടനെ പറഞ്ഞു, അല്ല, അതവന്റെ അവസാനമല്ല. ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു, നിന്നെ വിശുദ്ധീകരിച്ച്, നിന്നെ വേർതിരിച്ച് ദേശത്തിന് നിന്നെ പ്രവാചകനായി. ആ ഒരു വിളിയല്ല എന്റെ മേലെങ്കിലും ഏതോ ഒരു വിളിക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചു. ആ ഒരു വിളിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം മരണത്തെ ഏൽപ്പിക്കാതെ കാത്തു. കൂടെ പല പ്രാവശ്യം ശരീരത്തുകൂടെ വാഹനം കയറി ഇറങ്ങേണ്ടിയ സന്ദർഭം നാട്ടിലുണ്ടായിട്ടില്ല. ഞാൻ പട്ടണത്തിന്റെ കൂടെ വണ്ടിയെ പോവുക, ബസ്സിൽ പോവുക, വെടിവെട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. അതിനെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞു, ഒരു ആക്സിഡന്റ് ഉണ്ടായി, തലയുടെ പുറത്തുകൂടെ ബസ് കയറി ഇറങ്ങി പൊട്ടിയ ശബ്ദമാണ്. എനിക്ക് നിങ്ങൾക്കും അത് സംഭവിക്കാമായിരുന്നില്ലേ? എത്രയോ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞ ഈ സാധ്യതയില്ല. ദൈവം ഭൂമിയിൽ പിന്നെ വെച്ചിരിക്കുക. ആ പദ്ധതിയിലേക്ക് ഒന്ന് തിരിച്ചെത്താൻ, ആ പദ്ധതിയിൽ ചെല്ലുന്നതിന് മുമ്പ് മരണം നിന്നെ വിഴുങ്ങിക്കളഞ്ഞാൽ നീ അവിടെ ചെല്ലത്തില്ലെന്ന് തമ്പുരാൻ അറിയാവുന്നതുകൊണ്ട് എന്നോട് നിങ്ങളോടും അവൻ കരുണ കാണിച്ചു. എന്നോടും നിങ്ങളോടും അവൻ കരുണ കാണിച്ചു. അതുകൊണ്ടാണ് ജീവനോടുകൂടെ ഇരിക്കുന്നതെന്ന് ബോധ്യമുള്ളവർ കരമനത്തിനെയോട് ശ്രമിച്ചാൽ. കൂടെ പറഞ്ഞ നമ്മളെക്കാൾ ശക്തന്മാർ പോയി, നമ്മളെക്കാൾ വീരന്മാർ പോയി. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. ചിലപ്പോൾ അത് ദൈവ പദ്ധതിയിലേക്ക് എത്താനാവാം. രക്ഷിക്കപ്പെട്ടെന്നാണോ പറയുന്നത്? സ്നാനപ്പെട്ടു എന്നാണോ പറയുന്നത്? അഭിഷേകം പ്രാപിച്ചു അന്യഭാഷ പറയുന്നതെന്നാണോ പറയുന്നത്? നല്ലത്. ചോദ്യമല്ല, താങ്കൾ ദൈവ പദ്ധതിയിലാണോ? താങ്കൾ ദൈവിക ട്രാക്കിലാണോ? ഹോ, രക്ഷിക്കപ്പെടുന്നത് സ്നാനപ്പെടുന്നത് ദൈവപദ്ധതിയാ. അന്യഭാഷ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ നിന്നെക്കുറിച്ച് ദൈവം നിന്നെക്കുറിച്ച് നിനക്ക് വേണ്ടി മാത്രം ഒരുക്കിയ ഒരു വഴി ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്.
ചോദ്യം, ആ ട്രാക്കിനകത്താണോ താങ്കൾ? അതല്ലെങ്കിൽ അവരുടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. മറ്റുള്ളവരെക്കാൾ കണ്ണെത്താ ദൂരത്ത് വസ്തു ഉണ്ടെന്നാണ് പറയുന്നത്. എന്റെ കർത്താവിനെ അനുഗ്രഹിച്ചതാണ്. ദൈവത്തിന്റെ ഹിതമല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് തരുമോ എന്നാണോ ചോദിക്കുന്നത്? വഞ്ചിക്കപ്പെടലേ. ദൈവത്തിന് നിന്നുള്ള സ്നേഹം കൊണ്ടത് തന്നതാ. വീട് കൊട്ടാരം പോലെ പണിഞ്ഞത് ദൈവത്തിന് നിന്നുള്ള സ്നേഹം കൊണ്ടും ആരൊക്കെയോ നിലവിളിച്ചതിന്റെ ഫലമായി എന്റെ കർത്താവ് തന്നതാ. പക്ഷെ അതുകൊണ്ട് തീർന്നു പോയില്ല. നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കണമെന്ന് അപ്പച്ചന് പ്രാർത്ഥന. ആർക്കും കയ്യിൽ വരാത്ത നന്മ കയ്യിൽ വരുന്നത് നല്ലതാ. വഞ്ചിക്കപ്പെട്ടു പോകല്ലേ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയ പ്ലാനുണ്ട്. ദൈവത്തിനൊരു വലിയ പ്ലാൻ നിങ്ങളെ കുറിച്ചുണ്ട്. കാലങ്ങളും നിയമങ്ങളും എല്ലാം അവൻ നിയമിച്ചു വെച്ചു. എന്നിട്ടാണ് നിങ്ങളെ കൊണ്ട് വിട്ടേ, നമ്മെ കൊണ്ട് വിട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. അതേതാണെന്ന് മനസ്സിലാക്കണം. എല്ലാം പക്ഷെ ദൈവിക പദ്ധതി. ഒരു കാര്യം പറയട്ടെ, കാവൽ കുരിശിൽ യേശു കർത്താവ് കൊടുത്തപ്പോ യേശു പറഞ്ഞു നിവൃത്തിയായി. എന്താണെന്നറിയാം? നിവൃത്തിയായി. പാപത്തിന് പരിഹാരത്തിനായി യേശു സകലതും ചെയ്തെടുത്തു. നിവൃത്തിയായി. ഇനി ഒന്നും ചെയ്യണ്ട. യേശു ആഗ്രഹിക്കുന്നു ഈ ദൈവ പദ്ധതി താങ്കൾ തിരിച്ചറിയണം. ദൈവഹിതമാണോ ആഗ്രഹിക്കുന്നത്? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ഈ മീറ്റിംഗിൽ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചില്ലേ എന്നോട് സംസാരിക്കണം. ഈ പദ്ധതികൾ തിരിച്ചറിയുക. എന്നാൽ അറിയാമോ, കാൽവരി കുരിശിൽ അവസാനമായി യേശു സകലതും നിവൃത്തിയായി. ഇനി ചെയ്യാനൊന്നുമില്ല. സകലതും നിവൃത്തിയായി. അതിനകത്ത് മുഖ്യമായിട്ടുള്ളത് സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമായി കാൽവരി കുരിശിൽ യേശു കർത്താവ് സ്വന്തം ജീവനെ ഏൽപ്പിച്ചു. അവിടെ അവനത് തീർത്തു. അവിടെ അവൻ ആ വിഷയത്തിന് പരിഹാരം വരുത്തി. രണ്ടാമത്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇത് താങ്കൾ അറിയണമെന്നുള്ളത് ദൈവ പദ്ധതിയാണ്. സ്തോത്രം. മരണഭയത്തിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിക്കുവാൻ ദൈവപുത്രൻ വെളിപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ അറിയണമെന്ന് ദൈവ പദ്ധതിയാണ്. നിങ്ങളുടെ രോഗങ്ങൾക്ക് യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചു എന്ന് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് അവൻ സൗഖ്യമുണ്ടെന്ന് സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ്. കേൾക്കുന്ന ദൈവത്തിന്റെ പദ്ധതി. ശരീരത്തിന് സൗഖ്യമില്ലാതെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്നത് കണ്ട്, പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ ഞെട്ടി വിറയ്ക്കുന്നത് കണ്ട്, പലപ്പോഴും കുഞ്ഞുങ്ങൾ പേടിച്ചലറി എഴുന്നേൽക്കുന്നത് കണ്ട്, ഇതിന് പരിഹാരമില്ലേന്ന് നിലവിളിച്ച പ്രശ്നത്തിന് പോലും യേശു പരിഹാരം വിശ്വസിക്കുക. കുഞ്ഞുങ്ങൾ പിടഞ്ഞ് സഹിക്കുന്നത് കർത്താവേ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെങ്കിലും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ കാര്യം പറയട്ടെ, നമ്മുടെ തലമുറകളെ നമ്മെയും നമ്മുടെ സകല രോഗങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചതാ. ഇത് തിരിച്ചറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാ ദൈവഹിതം.
സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും നാം എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്താ സത്യത്തിന്റെ പരിജ്ഞാനം? അവൻ നമുക്ക് സകലതും ചെയ്തു തീർത്തു തന്നു എന്നുള്ള പരിജ്ഞാനം. മനസ്സിലായോ? എന്റെ കൂടപ്പുറപ്പെ മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം ചെയ്യോ? അവൻ നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്ത് നിവൃത്തിയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആ വചനത്തിന്റെ ആധികാരികമായ സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് അപ്പന് ഇഷ്ടമാണ്. അത് മനസ്സിലാക്കിയാൽ ഇന്ന് പകൽക്കാലം ഇവയെ കണ്ട സിംഹം സടകുടം എഴുന്നേൽക്കുന്നത് പോലെ എനിക്ക് വേണ്ടി കാൽവരിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി സകലം നിവൃത്തിയാക്കി തന്ന എന്റെ യേശു സ്വാതന്ത്ര്യം എനിക്ക് തന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ആരെങ്കിലും ഈ പറയപ്പെട്ട വിഷയത്തിൽ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ വിടുതല കിട്ടും. ശക്തനായ അഭിഷേകൻ അവൻ കഥാവ് ശക്തമായി ഉപയോഗിക്കുന്ന കഥാവിലാസനെ ശുശ്രൂഷയിൽ കൂടിയാണെങ്കിലും ഇന്ന് രാത്രി ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. Praise the Lord. Praise the Lord. Praise the Lord. അതോടുള്ള വിഷയത്തിൽ ഒരു കാര്യം കൂടെ പറയേണ്ടത് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വന്നേ. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഈ ഒരു വിഷയം അല്പം മുൻപ് പറയേണ്ടതായിരുന്നു, എങ്കിലും അത് ഇടയിലൊന്ന് പറയുക. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? അടുത്ത വാക്യം കൂടെ. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയെന്ന് തീർത്ത് പറയും. യേശുവിന്റെ നാമം ഇത് ശുശ്രൂഷ ചെയ്യുന്ന എന്നവരെ പോലുള്ളവർക്കും ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്കും നമുക്കേവർക്കും ദൈവമക്കളായിരിക്കുന്ന നമുക്കേവർക്കും ഇത് ബാധകമാണ്. ദയവായി അതുകൂടെ എന്ന് പറയാൻ അനുവദിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇവരെല്ലാവരും പ്രവചിച്ചവരാണ്, ഭൂതങ്ങളെ പുറത്താക്കിയവരാണ്, വീര്യപ്രവർത്തികൾ ചെയ്തവരാണ്, അത്ഭുത അടയാളങ്ങൾ ചെയ്തവരാണ്. മുഖ്യമായ ഒരു വിഷയം ശ്രദ്ധിച്ചാൽ, ദൈവം എനിക്കൊരു കൃപ തന്നാൽ അത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അതത് സമയത്ത് അതത് സ്ഥലത്ത് അവന്റെ പ്ലാനിങ് പ്രകാരം പ്രവർത്തിക്കാൻ അറിയുന്നവരാ. ശരിയാണോ? ശരിയാണോ? കാലങ്ങളും അതിരുകളും എനിക്ക് നിയമിച്ചു തന്നവൻ, എന്നെ കുറിച്ചുള്ള സകല പ്ലാനുകളും അവിടെ എഴുതിയിട്ടുള്ളപ്പോൾ, ഭൂമിയിൽ ഞാൻ ജീവിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആരെയോ വിട്ട് എന്നോട് പറഞ്ഞ് ക്രിസ്തുവിന്റെ കൃപയിൽ വരുവാൻ എനിക്ക് ഇടയായി. എന്നാൽ ഇപ്പോൾ ഞാൻ ശുശ്രൂഷയിൽ വെക്കുമ്പോൾ എനിക്ക് ഈ പറയപ്പെട്ട കൃപ ഉണ്ടെന്നിരിക്കട്ടെ. ദൈവം എനിക്ക് ഈ കൃപ തന്നതിന് പിൻപിൽ ദൈവത്തിനൊരു വലിയ പ്ലാൻ നന്നായി മനസ്സിലാക്കണം. അത് ദൈവം ആഗ്രഹിച്ച സമയത്ത്, ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത്, ദൈവം ആഗ്രഹിച്ച വ്യക്തിയോട് അത് ചെയ്തെടുക്കാനാണ് ദൈവം ചെയ്തത്. ശ്രദ്ധിച്ച്, മുഖ്യമായ വിഷയം. ഞാൻ എന്നെ ഉദാഹരണപ്പെടുത്തിയത് പറയാനുള്ളത്. ഞാൻ 2006 ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനിടയായത്. ഇംഗ്ലണ്ടിലേക്ക് 2006 ജർമ്മനിയിൽ നിന്ന് വരാനിടയായത്. ഞാൻ അവിടെ തമിഴ് ചർച്ചിന്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട കൃപാവരങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്ന് ഇരിക്കട്ടെ. ഞാൻ പാപം ചെയ്യുന്നില്ല എങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, കരയുന്നവരും ഉപവസിക്കുന്നവരുമാണെങ്കിൽ,
അന്ന് ഞാൻ പ്രാപിച്ച കൃപ എനിക്ക് നഷ്ടമാകത്തില്ല, ഞാൻ ദൈവകൃപയിൽ നിൽക്കുന്നതുകൊണ്ട്. ശരിയാണോ? ശരി. ഇനി ആവശ്യം ദൈവം എനിക്ക് കൃപ തന്നതിന്റെ ആഗ്രഹം, ഉദ്ദേശം അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അവന്റെ പ്ലാനിൻ പ്രകാരം അവൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് വിടുതലുണ്ടാകാൻ. എന്നോട് 2004 വർഷം മുതൽ ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞു, ഈ രാജ്യം വിട്ടു നീ പോകും, ഈ രാജ്യം വിട്ടു നീ പോകും. 4ാമത്തെ പ്രാവശ്യം കേരളത്തിൽ നിന്ന് വന്നൊരു ദൈവഭക്തൻ, ഞാൻ അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇദ്ദേഹം മലയാളത്തിൽ സംസാരിക്കുക. ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈ എന്നത് വെച്ച്, ദൈവദാസനെ എത്രയും പെട്ടെന്ന് യാത്രയ്ക്ക് ഒരുക്കോടെ, ഈ രാജ്യത്ത് നീ ആക്കി നാളില്ല, എത്ര പെട്ടെന്ന് ഒരുക്കോളൂ. 4ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഞെട്ടി. ആ ദൈവദാസനുമായിട്ട് പിന്നീട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം പരിശുദ്ധാത്മാവിൽ വെളിപ്പാടിൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം വിട്ടിട്ടുണ്ട്. ആ രാജ്യത്തേക്ക് ദൈവം നിങ്ങളെ അയക്കുന്നു. ആപ്ലിക്കേഷൻ ഫോം ഇംഗ്ലണ്ടിലേക്ക് വിട്ടത് ഒരു മനുഷ്യനും. ഇംഗ്ലണ്ടിൽ ഞങ്ങൾ അറിയുന്ന സമയത്ത് കുറച്ച് ആപ്ലിക്കേഷൻ ഫോം അറിയാമോ, NHS കുറച്ച് ആപ്ലിക്കേഷൻ ഫോം രജിസ്റ്റർ എന്തൊക്കെയോ വരുമല്ലോ. ഈ കൂട്ടത്തിൽ എനിക്ക് ഒന്നും കഴിഞ്ഞിട്ട് പോരാൻ ഒട്ടും മനസ്സില്ല. പക്ഷേ കൂട്ടത്തിൽ കിട്ടിയതിൽ എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ച് ഞാനും ഒന്ന് എഴുതി കിട്ടും. ഞാൻ എന്റെ കാര്യം പോലെ ഇത് ഭൂമിയിൽ ആർക്കും അറിയത്തില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് നീ രാജ്യത്ത് കഴിയുമോ, എവിടെയാണെന്ന് അറിയാമോ, നീ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇട്ടിട്ടുണ്ട്, ആ രാജ്യത്തേക്ക് നീ പോകും. നന്നായി ദൈവഹിതം, ദൈവ പദ്ധതി മനസ്സിലാക്കാൻ വേണ്ടി പറയുക. എന്റെ ഉദാഹരണം ഞാൻ പറയുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കാൻ. എന്റെ വേണ്ടി കൃപയുണ്ട് എന്നിരിക്കട്ടെ, ഞാൻ ഇംഗ്ലണ്ടിൽ വന്നാലും ഇല്ലെങ്കിലും ജർമ്മനിയിൽ നിന്നാലും ആ കൃപ എന്നിൽ വെളിപ്പെടും. ആ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ആകുക തന്നെ ചെയ്യും. ശരിയാണോ? ശരിയാണോ? കാരണം ഞാൻ വീണുപോയോ? ഞാൻ വീണുപോയിട്ടില്ല. ഞാൻ കൈവച്ചു പ്രാർത്ഥിച്ച് ശരീരം സൗഖ്യമാകുന്നുണ്ട്, ഭൂതങ്ങൾ ഓടുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരിടത്ത് പാടി, ദൈവഹിതത്തിൽ നിന്ന് പാടി. മനസ്സിലായോ? ദൈവത്തെ സ്തുതിക്കാമോ? എന്നെ ദൈവം വിളിച്ച വിളിക്ക് പ്രയോജനപ്പെടാൻ ദൈവം എന്റെ മേൽ കൃപ പകർന്നത്. എന്റെ താല്പര്യത്തിന്, എന്റെ ഇഷ്ടത്തിന്, ഞാൻ ആഗ്രഹിക്കുന്ന രാജ്യത്ത് നിൽക്കാനല്ല. ദൈവം ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് അവൻ എന്നെ കുറിച്ച് പ്ലാൻ ചെയ്ത പ്ലാൻ, ഞാൻ ജനിച്ചു കഴിയുമ്പോൾ, നന്മ നിന്ന് തിരിച്ചറിയാൻ പ്രായമാകുമ്പോൾ, അതത് ദിവസത്തേക്ക്, അതത് മാസത്തേക്കുള്ളത് ഫുൾ പ്ലാൻ ദൈവം ഇട്ടുവച്ചിരിക്കുന്നത്. അതിനകത്തു ഞാൻ നിൽക്കാമെന്ന് ദൈവത്തിന്റെ പ്ലാൻ. എന്റെ ഇഷ്ടം ഒരുപാടുണ്ട്. സദൃശവാക്യത്തിൽ പറയുമ്പോൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അനേകമാകുന്നു, ദൈവത്തിന്റെ ഇഷ്ടപത്രയിൽ നടക്കേണ്ടത്. സ്തോത്രം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന പ്രയോജനമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്തത് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കയറി നിലവിളിച്ച് ദൈവകൃപയിൽ കാലുപിടിച്ച് നിന്നാൽ ഈ കൃപ എന്നിൽ ഓപ്പറേറ്റ് ആകുമായേക്കാം. എന്നാൽ ഞാൻ സുവിശേഷം പറഞ്ഞ ചിലപ്പോൾ ചിലർ രക്ഷിക്കപ്പെടുന്നു വന്നേക്കാം. ആരൊക്കെയോ എന്റെ ശുശ്രൂഷകളിൽ കൂടെ വിടുതൽ പ്രാപിക്കുകയും ചെയ്തു, അത് സത്യമാണ്. എന്നാൽ ഞാൻ ദൈവിക ട്രാക്കിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നറിയാതെ എന്തെല്ലാമൊക്കെയോ ചെയ്തുകൂട്ടി ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറുമ്പോൾ ദൈവം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസത്തിൽ ഈ കാര്യം അവിടെ പ്രസ്താവിക്കും. ആ ഭാഗം വായിക്കാം. കർത്താവേ കർത്താവേ,
നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. ഇത് എന്നെ പോലുള്ള ശുശ്രൂഷകർക്കായി മാത്രമുള്ളതല്ല, യേശുവിന്റെ കൃപയിലേക്ക് വന്ന എല്ലാവർക്കുമുള്ളതാണ്. എല്ലാവരെയും കുറിച്ചുമുള്ളതായ പ്ലാൻ ആദ്യമേ പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വില കുറഞ്ഞതല്ല. ആഴമേറിയ കനമേറിയ ഒരു വിശ്വപത തകടക്കിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ എന്നിൽ നടക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ ദൈവ പദ്ധതിക്ക് വേണ്ടി കരയണം. ജോലിക്ക് വേണ്ടി രാജ്യം വിട്ട് രാജ്യം പോകാൻ നേരം ദൈവത്തോട് കാല് പിടിച്ച് ചോദിക്കണം. അവര് പോയി ഇവര് പോയി എന്ന് പറഞ്ഞ് പോകല്ലേ. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് നല്ല പ്ലാനെങ്കിൽ കുഴഞ്ഞു പോകും. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് നല്ല പദ്ധതിയെങ്കിൽ പച്ച കണ്ട് അതിന്റെ പിന്നാലെ പോകല്ലേ, കുഴയാൻ സാധ്യതയുണ്ട്. അവരെ കുറിച്ചുള്ള പദ്ധതിയല്ല നമ്മെ കുറിച്ചുള്ള. ഇവിടെ ഇരിക്കുന്ന ദൈവഭക്തന്മാരെ കുറിച്ചുള്ള പ്ലാൻ ആയിരിക്കത്തില്ല എന്നെ കുറിച്ചുള്ളത്. എന്നെ കുറിച്ചായിരിക്കാൻ പ്ലാനുകളായിരിക്കില്ല നമ്മെ കുറിച്ചില്ല. അവരെ കുറിച്ച് നമ്മെ കുറിച്ചുള്ള പ്ലാൻ തിരിച്ചറിഞ്ഞോ. മനസ്സിലായോ? മനസ്സിലായോ? മാത്രം എത്ര ഗൗരവമായ വിഷയമാണ്, എത്ര ഗൗരവമായ വിഷയമാണ്. കണ്ണുകളെയും പ്രാർത്ഥിക്കാം. ദൈവസഭയിൽ ഒരു നിമിഷം എടുത്തു. നിങ്ങളൊരു ഇമോഷണൽ ആക്കാനല്ല ദയവായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. എന്റെ ഹൃദയത്തിലെ ഇതിനെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിന് പിന്നിലുള്ള അപകടം, ഇതിന് പിന്നിലുള്ള നന്മ മനസ്സിലാക്കിയതുകൊണ്ട് അറിയാതെ ഞാൻ എക്സൈറ്റഡായി പറഞ്ഞു പോയത്. ശബ്ദത്തിലാണ് പറഞ്ഞു പോയതിന്റെ കാര്യമത. ഇതിന് പിന്നിൽ നിത്യത, ദൈവഹിതമെന്നുള്ള വിഷയത്തിൽ നിത്യത പ്രധാനപ്പെട്ടതാണ്. നഷ്ടമായി പോകല്ലേ. എല്ലാ കാര്യങ്ങളും ശ്രമിച്ച് പരമാർത്ഥയോടത്തോടെ എന്നത്തോടെ എല്ലാ കണ്ണും ദൈവം നിറച്ച് നിന്റെ ഇഷ്ടപ്രകാരം എന്നെ കൊണ്ടുവരണം. നീ ആഗ്രഹിക്കുന്ന ട്രാക്കിലേക്ക് എന്നെ കൊണ്ടുവരണം. നീ ഉദ്ദേശിക്കുന്ന ട്രാക്കിലേക്ക് എന്നെ കൊണ്ടുവരണേ. ഞാൻ മാറിപ്പോയി കിടക്കുന്നെങ്കിൽ, ഞാൻ മാറിപ്പോയി നിൽക്കുന്നെങ്കിൽ, ഞാൻ മാറിപ്പോയി നിൽക്കുകയാണെങ്കിൽ നീ എന്നെ കൊണ്ടുവരണേ. ഞാനിത് സമർപ്പിക്കുന്നു, ഞാനിത് സമർപ്പിക്കുന്നു. എനിക്ക് എന്റെ ജീവിതത്തിൽ മാറ്റണമെന്ന് നീ ആഗ്രഹിച്ചവരോട് സംസാരിച്ച വിഷയം ഞാൻ അതിനായി സമർപ്പിക്കുന്നു. എന്നെ ഞാൻ അതിനായി സമർപ്പിക്കുന്നു.
ദൈവം ആഗ്രഹിക്കുന്ന ട്രാക്കിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുചെല്ലണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഒരു തീരുമാനത്തോടെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല എന്റെ കുടുംബത്തിന്റെ വിഷയത്തിലോ എന്റെ സഭയുടെ വിഷയത്തിലോ എന്റെ ജോലിയുടെ വിഷയത്തിലോ ദൈവത്തിന്റെ ഹിതപ്രകാരം അത് നടക്കേണ്ടതാണ്. ഞാൻ അതിനായി സമർപ്പിക്കുന്നു. എനിക്ക് നിത്യത നഷ്ടമാകല്ലേ കർത്താവേ. നിന്റെ ഹിതം തിരിച്ചറിയാതെ പോകുന്ന നിമിത്തമായി നിന്റെ രാജ്യം എനിക്ക് നഷ്ടമായി പോകുവാൻ